നമസ്കാരം. എന്താണ് ആത്യന്തികമായിട്ടുള്ള ജീവിത ലക്ഷ്യമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും അതിന് ഓരോ ഉത്തരമായിരിക്കും പറയാനുണ്ടായിരിക്കുക. ചിലർക്ക് സമൂഹത്തിൽ മാന്യമായിട്ടുള്ള സ്ഥാനം നേടുക എന്നതായിരിക്കും ജീവിത ലക്ഷ്യം. മറ്റു ചിലർക്ക് ധാരാളം പണം സമ്പാദിക്കുക എന്നതായിരിക്കും പ്രധാനം. വേറെ ചിലർക്ക് നല്ല ജോലി നേടുക എന്നതായിരിക്കും ആഗ്രഹം. ഒരു ഡോക്ടറോ എൻജിനീയറോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന അനേകം പേരുണ്ട്. വേറെ ചിലർക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കാനായിരിക്കും താല്പര്യമുള്ളത്. എന്നാൽ തുടക്കത്തിൽ തോന്നിയ ആ ലക്ഷണമായിരിക്കില്ല കുറെ കഴിയുമ്പോൾ പലർക്കും പലപ്പോഴും ഉണ്ടാവുക. മാത്രമല്ല, കൗമാരക്കാരുടെ ലക്ഷ്യം ആയിരിക്കില്ല യുവാക്കൾക്ക്. ഗൃഹസ്ഥൻ്റേത് വേറൊന്നായിരിക്കും. ആ ഗൃഹസ്ഥൻ്റെ ലക്ഷ്യമായിരിക്കില്ല വാർദ്ധക്യത്തിലുണ്ടാകുക. എന്നാൽ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും പറയാനുണ്ടാവുക: സുഖവും സന്തോഷവും നേടുക എന്നതാണത്. എന്നാൽ ഒരാൾക്ക് തോന്നുന്ന സുഖമായിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാകുക. അതെല്ലാം ഓരോരുത്തരുടെ മാനസികാവസ്ഥയെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ആഴത്തിലേക്ക് ചിന്തിച്ചാൽ മനസ്സിന് ശാന്തിയും സമാധാനവും നേടുക എന്നതാണ് എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പലപ്പോഴും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന വഴികളാണ് അവരെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. പണവും പ്രശസ്തിയും ഉണ്ടാക്കുന്നതിന് വേണ്ടി നേരായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നതിലുള്ള ക്ഷമ ഇല്ലാതെ കുറുക്കുവഴികൾ തേടി പരക്കം പായുമ്പോൾ ഒരിക്കലും കരകയറാനാകാത്ത പടുകുഴിയിലേക്കായിരിക്കും അവസാനം പലരും ചെന്ന് ചാടുന്നത്. എന്നാൽ അല്പം ക്ഷമയും ഉത്സാഹവും ആത്മാർത്ഥതയും ഉള്ളവർക്ക് ആത്യന്തികമായിട്ടുള്ള വിജയം നേടുന്നതിനുള്ള വഴികൾ നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ആശ്രമധർമ്മങ്ങൾ. ഓരോ പ്രായത്തിലും മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ജീവിതഘട്ടങ്ങളെയാണ് ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. ആശ്രമധർമ്മങ്ങൾ സാമൂഹ്യമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന മാർഗങ്ങളാണ്. ഒന്നിനു പിറകെ ഒന്നായിട്ട് അനുഷ്ഠിക്കേണ്ട ഈ ആശ്രമങ്ങൾ 4 എണ്ണമാണ്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതാണ് ആ 4 ആശ്രമങ്ങൾ. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം സ്വന്തം കാലിൽ നിൽക്കാനുള്ള അറിവ് നേടുക എന്നതാണ് ബ്രഹ്മചര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. അതിനുശേഷം കുടുംബം കെട്ടിപ്പടുക്കുക. വയസ്സായ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ എന്നിവരെയും തന്നെ ആശ്രയിച്ച് കഴിയുന്ന മറ്റ് ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നതാണത്. ഇനി അവരെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നറിഞ്ഞാൽ പിന്നെ തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിലേക്ക് പ്രവർത്തിക്കാനായി ഇറങ്ങുക. അതാണ് വാനപ്രസ്ഥം. ആ സമയത്ത് തൻ്റെ സഹായമില്ലാതെ തന്നെ ആ കുടുംബം നോക്കാൻ അടുത്ത തലമുറ, അതായത് മക്കൾ, പ്രാപ്തരായിട്ടുണ്ടാകും. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങേണ്ട സമയം അപ്പോഴാണ്. അതല്ലാതെ അതിനെ പണമുണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ വേണ്ടത് നിസ്വാർത്ഥ സേവനമാണ്. അതിനുശേഷം മാത്രമാണ് സന്യാസത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതേ രീതിയിൽ ഇന്നത്തെ കാലത്ത് എത്ര പേര് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വേറെ കാര്യം. ഇത് ജീവിതമാകുന്ന ചങ്ങലയുടെ 4 കണ്ണികളാണ്. ഒരിക്കലും പൊട്ടിപ്പോകരുതാത്ത 4 കണ്ണികൾ. അവ ഓരോന്നും അതാത് സമയത്ത് വിളക്കി ചേർത്തിരിക്കണം. അതിന് ശ്രമിക്കാതെ താൽക്കാലികമായിട്ട് ലഭിക്കുന്ന സുഖത്തിൻ്റെ പിറകെ പോയാൽ അവസാനം ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വിധം ദുഃഖമയമായിട്ട് തീരും ജീവിതം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെ ആയാലും എന്തിനെ ആയാലും ചേർത്ത് പിടിക്കേണ്ടതും ചേർത്ത് നിർത്തേണ്ടതും ജീവിച്ചിരിക്കുമ്പോഴാണ്. അല്ലാതെ അത് വാടി വീണ് കഴിഞ്ഞതിന് ശേഷം സ്നേഹിച്ചിട്ട് എന്താ പ്രയോജനം? ഓർക്കാപ്പുറത്ത് ഒന്ന് വിട്ടു പോകുമ്പോഴേ ചില ബന്ധങ്ങളുടെ വില അറിയൂ. ഇന്നലെ, ഇന്ന്, നാളെ 3 ദിവസങ്ങളാണ് ഈ ലോകം. ഇന്നലെകൾ കൊഴിഞ്ഞുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നാളെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടുമില്ല. എന്നാൽ ഇന്ന് എന്നത് നമ്മുടേതാണ്. അതാണ് പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതും. അല്ലാതെ
കുറേ അധികം പൈസ ഉണ്ടാക്കിയിട്ടോ ഞാനാണ് കേമൻ എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പൊങ്ങച്ചം കാണിച്ചിട്ട് നടന്നിട്ടോ ഉള്ള സമയം പാഴാക്കി കളഞ്ഞാൽ ആ പോയതൊന്നും ഒരിക്കലും നമുക്കിനി തിരിച്ചു കിട്ടില്ല. പിന്നീട് അമ്പലത്തിൽ പോയിട്ടോ വഴിപാടുകൾ കഴിച്ചിട്ടോ തീർത്ഥാടനം നടത്തിയിട്ടോ കുറേ ജ്യോത്സ്യന്മാരുടെ പുറകെ നെട്ടോട്ട് ഓടിയിട്ടോ ഒന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതെല്ലാം ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം തന്നേക്കാം എന്ന് മാത്രം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും പിന്നെ ഒരിക്കലും ഈ ജന്മത്തിൽ നടക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് ജീവിതം. അത് മാത്രമാണ് ജീവിതം. നല്ല സൗഹൃദങ്ങൾ അത് അച്ഛനായിട്ടാകാം, അമ്മയോടാകാം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലാകാം, മക്കളോടാകാം, സ്വന്തം സഹോദരങ്ങളോടാകാം, അല്ലെങ്കിൽ കൂട്ടുകാരോടാകാം. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വളർത്തു മൃഗങ്ങളോടും ആകാം. അത് ഓർക്കാനും ഒരു പിടി ഓർമ്മകൾ ഒന്നിച്ചിരുന്ന് പങ്കിടാനും ശാസിക്കാനും സഹായിക്കാനും സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനും എന്തും പരസ്പരം തുറന്നു പറയാനും ഒക്കെ പറ്റുന്ന നല്ല സൗഹൃദങ്ങൾ അത് മാത്രമാണ് ജീവിതം. അതുകൊണ്ടാണ് അവസാനം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അന്നത് ചെയ്തില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കേണ്ട അവസ്ഥയിലാകരുത് ജീവിതം എന്ന് ഗോപാലകൃഷ്ണൻ സാറ് പണ്ട് പറയാറുള്ളത്. ഞങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതും അതാണ്. ഈ അവസരത്തിൽ ജീവിതത്തെപ്പറ്റി 4 പുരുഷാർത്ഥങ്ങളുടെ വിവരണങ്ങളിലൂടെ സാറ് വിവരിക്കുന്നത് എന്താണെന്ന് കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ തന്നെ ഒന്ന് കേട്ടു നോക്കാം. ഈ മനുഷ്യജന്മം എന്തിനു നൽകി, അതെങ്ങനെ ജീവിക്കണം, അതിവര് മുഴുവനും ചിന്തിച്ച് ആൻസർ നോക്കി. അമേരിക്കക്കാര് കണ്ടുപിടിച്ചു ബിസിനസ്, ദാറ്റ് ഈസ് ലൈഫ്, കുറെ കാശുണ്ടാക്കുക. ഫ്രഞ്ചുകാര് കണ്ടുപിടിച്ചു സൗന്ദര്യം ആസ്വദിക്കലാണ് ജീവിതം. ജപ്പാൻകാര് കണ്ടുപിടിച്ചു ദേശത്തെ അറിഞ്ഞ് സേവിക്കലാണ്. എല്ലാവരും കണ്ടുപിടിച്ചു, പലരും കോപ്പി ചെയ്തു. ഇസ്ലാം മതം സ്വീകരിക്കുന്ന രാജ്യങ്ങൾ കണ്ടുപിടിച്ചു AD 500 എഴുതിയിരിക്കുന്ന പുസ്തകത്തിന് കടുകിട വ്യത്യാസം വരാതെ അത് മാത്രം അക്ഷരം പ്രതി അനുസരിച്ചു പോകലാണ് ജീവിത ലക്ഷ്യം. ഭാരതീയരത് പറഞ്ഞില്ല. അവർ ഓരോരുത്തരും ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പുലർത്തി. അവർ കൺമുമ്പിൽ വെച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് രാമായണത്തിലൂടെ പറഞ്ഞു തന്നു, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മഹാഭാരതത്തിൽ കൂടി പറഞ്ഞു തന്നു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന ജക്തേന മുഞ്ചീത മാധൃത കശ്ചിദ്ധനം. സർവചരാചരങ്ങളിലും വസിക്കുന്ന ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, അങ്ങനെ പറഞ്ഞ പോരാ, വ്യക്തമായിട്ട് പറയണം എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു, പലരും പല രീതിയിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് കോഡിഫൈഡ് റൂൾ ഉണ്ടാക്കുക? വേണ്ട, കോഡിഫൈഡ് റൂൾ ഉണ്ടാക്കണ്ട, ജീവിതത്തിന്റെ ലക്ഷ്യം പറയുക. അങ്ങനെ മഹർഷിമാര് 4 വാക്കുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു. അതൊരു വിദ്യാർത്ഥിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിത്യവും താമസിക്കുന്നവനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ക്ലിന്റണും ഏറ്റവും താഴെയുള്ള ടെററിസ്റ്റിനും ബാധകമാണ്. ഓൺലി പ്രോപ്പർ ഇന്റർപ്രിട്ടേഷൻ, ഭംഗിയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക, അതനുശാസിക്കാൻ സാധിച്ചാൽ മനുഷ്യ ജീവിതത്തിന്റെ മാത്രം ലക്ഷ്യം ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ പൂർത്തീകരണമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മനുഷ്യജീവന്റെ ലക്ഷ്യം ഈ സകല ഭൗതിക സുഖങ്ങളും വലിച്ചെറിഞ്ഞ് ഹിമാലയത്തിൽ പോയിട്ട് തപസ് ചെയ്യലേ അല്ല. സർവ്വതും സന്തോഷിക്കാനുള്ളത് സർവ്വതും ത്യജിച്ചെറിഞ്ഞ് കാവി വസ്ത്രം ധരിച്ച് നടക്കലേ അല്ല. 4 വാക്കുകളിലൂടെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് ഏത് വർണ്ണത്തിൽപ്പെട്ടവനും ഏത് ആശ്രമം അനുസരിക്കുന്നവനും, വിദ്യാഭ്യാസ കാലത്തിലുള്ള ആശ്രമമാണെങ്കിലും ഗൃഹസ്ഥാശ്രമമാണെങ്കിലും വാനപ്രസ്ഥമാണെങ്കിലും സന്യാസമാണെങ്കിലും അവനെല്ലാം അനുശാസിക്കേണ്ട കർമ്മം. അതുപോലെ തന്നെ ഇന്ന് തികച്ചും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ബ്രാഹ്മണ ജന്മത്തിൽപ്പെട്ടവനായാലും ക്ഷത്രിയ ധർമ്മത്തിൽപ്പെട്ടവനായാലും വൈശ്യധർമ്മത്തിൽപ്പെട്ടവനായാലും ശൂദ്രധർമ്മത്തിൽപ്പെട്ടവനായാലും അവനും അനുശാസിക്കേണ്ട സമഗ്രമായ 4 വാക്കുകളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടത്. അതിൽ ധർമ്മം
പിന്നീട് സംസാരിക്കാം. അർത്ഥം. അർത്ഥസ്യ സംഗ്രഹേ ചൈവ വ്യയേ ചൈവ സന്ധാരയേ. ധനം സമ്പാദിക്കണം. ധനമഗ്നിർധനം വായുർധനം സൂര്യോ ധനം വസു ധനമിന്ദ്രോ ബൃഹസ്പതിർവരുണം ധനമശ്നുതേ വൈനതേയ സോമം പിബതുർത്ര സോമം ധനസ്യ സോമിനോ മഹ്യം ദധാതു സോമിനഃ. ഉജ്ജ്വലമായ ഋഗ്വേദവരി. ധനം. അഗ്നി. ഹേ അഗ്നി, എനിക്ക് ധനം തരണം. ഹേ വായോ, എനിക്ക് ധനം തരണം. ഹേ വരുണദേവ, ഹേ ഇന്ദ്രദേവ, ബ്രഹ്മദേവ, എനിക്ക് നൽകേണ്ടത് ധനമാണ്. ആരാ പറഞ്ഞിരിക്കുന്നത് സർവ്വതും ഉപേക്ഷിച്ച് കാശ്മീരിലേക്ക് പോകാൻ? ധനം ഇതിന്റെ ഭാഗമാണ്. ആ ധർമ്മ അർത്ഥത്തിലെ ആ അർത്ഥം ജീവിതത്തിന്റെ ഭാഗമാണ്. അർത്ഥം സംഗ്രഹിക്കുന്ന ഗ്രന്ഥം ഭാരതത്തിലുണ്ട്, അർത്ഥശാസ്ത്രം. അത് ഋഗ്വേദത്തിന്റെ ഉപവേദമാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും എക്കണോമിക്സ് ഗ്രന്ഥങ്ങൾ വേദത്തിന്റെ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല. അത് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. എക്കണോമിക്സ് ഗ്രന്ഥങ്ങൾ അഥാതോ അർത്ഥജിജ്ഞാസ എന്ന് പറഞ്ഞു തുടങ്ങുന്ന അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഈ മനുഷ്യ ജീവിതത്തിലെ ധനസമ്പാദനം ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ലൈഫ്. യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വാ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. എത്ര കാലം ജീവിക്കുന്നു? സുഖം ജീവേത്, സുഖമായിട്ട് ജീവിക്കുക. ഋണം കൃത്വാ ഘൃതം പിബേത്, ദാരിദ്ര്യത്തോടുകൂടി ജീവിക്കുന്നവന് പോലും സുഖമായ ജീവിതം ഭാരതീയ ചിന്താധാരകളിലെ ധർമ്മശാസ്ത്രങ്ങളിൽ ലിഖിതമാണ്. ഋണം കൃത്വാ ഘൃതം പിബേത്, കടം മേടിച്ചിട്ടാണെങ്കിലും നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക. കാരണം ഭസ്മീഭൂതസ്യ ദേഹസ്യ, ഈ ശരീരം ഒരിക്കൽ ഭസ്മമായി പോയി കഴിഞ്ഞാൽ പുനരാഗമനം കുത, പിന്നെ എപ്പോഴാ തിരിച്ചു വരിക? പിന്നെ തിരിച്ചു വന്നു എന്ന് വരില്ല. വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം. ദ എൻഡ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അന്തം ഭസ്മ ശരീരം ഭവതി, അവസാനത്തെ ശരീരം ഭസ്മമായി പോകും. അന്ന് ഓം സ്മര കൃതോ സ്മര കൃതം സ്മര, അന്ന് ആ ശരീരം ഭസ്മമാകാൻ പോകുന്നതിന് മുൻപ് വേർപാടിന്റെ സമയത്തൊന്ന് ചിന്തിച്ചു നോക്കുക. 60 വയസ്സ് വരെയും ഈ ഭൂമിയില് ഭൂമിക്ക് ഭാരം ചോറിന് ദണ്ഡവുമായിട്ട് ജീവിച്ച് എനിക്ക് എന്ത് ആസ്വദിക്കാൻ സാധിച്ചു? ആഗ്രഹം ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് സ്വീകരിക്കുക. അതുപോലെ തന്നെയാണ് കാമം. ധർമാർത്ഥ കാമമോക്ഷം എന്ന വാക്ക് ഓർക്കാൻ വിഷമമുള്ളവര് മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായ 2 കാര്യങ്ങൾ ഓർക്കുക. ഇവിടെ വെച്ചിരിക്കുന്ന വിളക്ക്, ധർമ്മം എന്ന് പറയുന്നത് വിളക്ക്, ആ ബ്രാസ് വിളക്കാണ്. അർത്ഥം എന്ന് പറയുന്നത് അതിലൊഴിച്ചിരിക്കുന്ന എണ്ണ. കാമം എന്ന് പറഞ്ഞിരുന്നത് അതിലിട്ടിരിക്കുന്ന തിരി. മോക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലെ പ്രഭ. വിളക്കില്ലാതെ ഇതൊന്നും സാധ്യമല്ല. ധർമ്മം എന്ന വിളക്ക് നിത്യവും കഴുകി തിളക്കമാറുന്ന ഒരവസ്ഥയിൽ എത്തിക്കണം. അർത്ഥം എന്നും ചിലവഴിച്ചുകൊണ്ടേയിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ഒഴിച്ചുകൊണ്ടേയിരിക്കണം, ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. വിളക്കിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. ആഗ്രഹങ്ങള് തിരി പോലെയാണ്. ആഗ്രഹങ്ങള് അത് കത്താൻ സഹായിച്ചുകൊണ്ടേയിരിക്കും. ആ തിരി പടംതിരി പിടിച്ച് അത് മാറി മാറി വരുമ്പോൾ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും. പുതിയ പുതിയ തിരിയിടണം. ആ തിരിയിൽ നിന്ന് ആഗ്രഹങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ് പ്രഭാപൂര്യമായ ആ ലൈറ്റ്, ആ വിളക്ക്. അത് ഒരിക്കൽ പ്രഭ പരത്തി കഴിഞ്ഞാൽ അതിന്റെ മോചനമായി, അത് മോക്ഷമാണ്. അങ്ങനെ ഒരു വിളക്കാണ് ധർമാർത്ഥ കാമമോക്ഷം. അതുപോലെ തന്നെ ധർമാർത്ഥ കാമമോക്ഷം ഒരു വൃക്ഷവുമാണ്. ധർമ്മസ്യ മൂലം നിഹതോ ഗുഹായാം, വൃക്ഷത്തിന്റെ വേരാണ് ധർമ്മം. ആ വൃക്ഷത്തിനാവശ്യമുള്ള ജലം, ആ വൃക്ഷത്തിനാവശ്യമുള്ള മിനറൽസ്, അതിന് മാത്രം ഉപയോഗപ്രദമായ നന്മകൾ വേരിലൂടെ ചെടിയിലേക്ക് എടുക്കും. ആ വേരുകളാണ് ധർമ്മം. അതിന്റെ ഇലകളും തണ്ടുമാണ് അർത്ഥം. അതുപോലെ തന്നെ കാമം പുഷ്പങ്ങളാണ്. ആഗ്രഹത്തിന്റെ നിർവൃതിയായ മോക്ഷമാണ് അതിന്റെ കായ്കള്. ആ ചെടിക്ക് മോക്ഷം കിട്ടുന്നത് കുറേ കായ്കൾ ഉണ്ടാക്കി വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആ സസ്യത്തിന് മോക്ഷമായി. അപ്പൊ വേര് എന്ന ധർമ്മം
ധർമ്മസ്യ മൂലം, ധർമ്മത്തിന്റെ വേരുകള് നിഹതോ ഗുഹായാം, മണ്ണിന്റെ അടിയിൽ മൂടപ്പെട്ടിരിക്കുന്നു, കാണില്ല. അത് കാണാൻ സാധ്യമല്ല, ഗുഹ ഒളിഞ്ഞു കിടക്കുകയാണ്. ധർമ്മത്തിലൂടെ നല്ലത് സ്വീകരിച്ച് അർത്ഥത്തിലൂടെ ഉയർന്നു നിന്ന് കാമങ്ങളുടെ പൂർത്തീകരിച്ച് അതിൽ നിന്ന് മോക്ഷം സ്വീകരിക്കണം. അപ്പോൾ അർത്ഥം ഇമ്പോർട്ടന്റ്, വൺ ഓഫ് ദ ഇന്നെവിറ്റബിൾ പാർട്ട്. പിന്നീടാണ് കാമം. സർവപുസ്തകങ്ങളും പറയുന്നത് അതാതോ കാമജിജ്ഞാസ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ഒന്നും തന്നെ ജീവിതത്തിന്റെ ഭാഗമല്ല. അശ്വതായി ഗോദായി ധനദായി മഹാധനേ ധനം മേന്ദുഷതാം ദേവി സർവകാമാംശ്ചലേഹിമേം, സർവകാമാംശ്ചലേഹിമേം, സർവ ആഗ്രഹങ്ങളും എനിക്ക് തരണം. ഈ ലോകത്തിൽ ഏത് മതഗ്രന്ഥമാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് ധർമ്മഗ്രന്ഥമാണ് പറഞ്ഞിരിക്കുന്നത് സർവ ആഗ്രഹങ്ങളും എനിക്ക് തരണമെന്ന്? ഈ അമ്പലത്തിൽ പോയിട്ട് ചില അമ്മമാര് പറയാറുണ്ട്, നാരായണ 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 രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. ഈ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കൽ മാത്രമേ ജോലിയുള്ളൂ? രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കില്ല. അമ്പലത്തിൽ ചെല്ലുന്നത് ആത്മീയത പോലുമല്ല. ആ ആത്മീയതയെ കുറിച്ച് പറഞ്ഞു വരാം പിന്നീട്. അപ്പോ അർത്ഥവും കാമവും കഴിഞ്ഞ് പിന്നീട് ഒരെണ്ണമുണ്ട്, മോക്ഷം. ഇവിടെ കൂടിയിരിക്കുന്നതിന് 95% ആൾക്കാർക്കും അറിയാം മോക്ഷം ആത്മീയതയാണെന്ന്. മോക്ഷം ആത്മീയതയേ അല്ല. ആ ഇഷ്യൂവായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്നുള്ള മോചനം മാത്രമാണ് മോക്ഷം. അത് കഴിഞ്ഞ് സാധാരണ രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യേഷ്ടി നടത്തുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ മോക്ഷത്തിന് പോയി എന്ന് പറയുമ്പോൾ അവിടെ പോലും ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും നിങ്ങളുടെ അച്ഛൻ നിങ്ങളിൽ നിന്ന് മോചനം നേടിപ്പോയി. അപ്പൊ ആ മോക്ഷത്തിൽ നിന്ന് കാമങ്ങളുടെ സമ്പൂർണമായ ആഗ്രഹങ്ങളുടെ സമ്പൂർണമായ നിർവൃതിക്ക് ശേഷം പിന്നീടൊരു മോക്ഷമുണ്ട്. അതിൽ നിന്ന് വിരക്തി. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിലെ കുട്ടികള് വളരെയധികം കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കാറുണ്ട്. അതിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ ആഗ്രഹ സംതൃപ്തി വരുത്തി അതിന്റെ വിവരണം ഒന്ന് കൊടുത്തു നോക്കൂ. അവർക്ക് നിങ്ങൾ വാശി പിടിച്ച് അടിച്ചമർത്തുന്ന പന്ത് പോലെ തിരിച്ചു വരികയേയില്ല. അവർക്ക് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുക, എന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ആ ആഗ്രഹത്തിൽ നിന്ന് മോക്ഷം കിട്ടും. ആ മോക്ഷത്തില് അല്പം ധർമ്മം ചേർത്തു. അതിന്റെ മുമ്പിലുള്ള ആഗ്രഹങ്ങളുടെ പൂർത്തിക്ക് കാമങ്ങളിൽ കുറച്ച് ധർമ്മം ചേർത്തു. അർത്ഥമുണ്ടാക്കുന്ന വ്യക്തിയില് അർത്ഥത്തില് കുറെ ധർമ്മം ചേർത്തു. ചായയിൽ പഞ്ചസാര ചേർക്കുന്നത് പോലെ ധർമാർത്ഥ കാമമോക്ഷങ്ങളില് അർത്ഥം സമ്പാദിക്കുന്ന സമയത്ത് 2 സ്പൂൺ ധർമ്മം കൂടി അതിലിടുക.